ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സങ്കടകരമായ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം അവിടെ ഉപേക്ഷിച്ച് വരുന്ന പോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ റിച്ചോട്ടൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. നിയമമൊക്കെ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നിയമമൊക്കെ അറിയാം ഓളൊപ്പിച്ച് വരണില്ല കൂടെ എന്നുള്ളത് കേട്ടോ. പക്ഷേ റിച്ചോട്ടന് അത് അറിയില്ല കേട്ടോ. റിച്ചോട്ടന് വിചാരം ഓൻ്റെ ഒപ്പിച്ച് കൂടെ വരുന്നുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ നമ്മളിത് സംസം വാങ്ങാൻ വേണ്ടിയിട്ട് സംസത്തിൻ്റെ ആ കൗണ്ടറിലേക്ക് പോയതാണ് കേട്ടോ. നമ്മൾ ഉംറ വിസ ആയതുകൊണ്ട് നമുക്ക് സംസം കിട്ടുമല്ലോ. അപ്പോൾ ആ കൗണ്ടറിലേക്ക് നമുക്ക് മൂന്നാക്കുള്ള സംസം വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ റിച്ചോട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒപ്പച്ച് വരുന്നില്ല എന്ന്, നമ്മളെ കൂടെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് ഓനിങ്ങനെ നിന്ന് പോരുന്നത് കേട്ടോ. പിന്നെ ആത്തുക്കൊക്കെ കയറുമ്പോഴാണ് ഓനക്ക് അതിൻ്റെ ഇത് മനസ്സിലായത് കേട്ടോ. ഓനക്ക് ഉപ്പച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം പിന്നെ എന്തും വാങ്ങിക്കൊടുക്കാനും ചെയ്യാനൊക്കെ ഉപ്പച്ചിയല്ലേ ഓനക്ക് കൂട്ടത്തില്ല. നമ്മളോട് പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഓനക്ക് ഉപ്പച്ചിനിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഓനക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. നിയമോള് പിന്നെ സങ്കടം ഉണ്ട്, പക്ഷെ സങ്കടം പുറത്ത് കാണിക്കാൻ ഒക്കെ കഴിയണില്ല. കുറവായിട്ടോള് പുറത്ത് കാണിക്കണില്ല കേട്ടോ. പക്ഷെ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. രണ്ടാൾക്ക് ഉപ്പച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അത് സംസത്തിൻ്റെ മേലെ പേരൊക്കെ എഴുതിയാണ്ട് നമ്മൾ പിന്നെ പോകാൻ വേണ്ടി നിൽക്കണം. നമ്മളിങ്ങനെ വെച്ചിട്ട് നല്ല ഹാപ്പി ഉണ്ടാകും. കാരണം നമ്മളെ കൂടെ അവിടെ തോളും പിന്നെ ഉപ്പച്ചി ഉണ്ടല്ലോ. അപ്പോൾ അത് വിചാരം ഉപ്പച്ചി കൂടെ ഉണ്ടാവും എന്നുള്ള അതാണ്. പിന്നെയാണ് അവൻ്റെ സംഭവമായ കാര്യങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ അവന് കരച്ചിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ലഗേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്നു. അപ്പം എല്ലാ ടെൻഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോരുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ തന്നെ ഇവിടെ. പോകുമ്പോൾ നല്ല ഹാപ്പി ആയില്ല, നമ്മളിപ്പം വരുമ്പോൾ ഭയങ്കര ടെൻഷൻ കേട്ടോ. വല്ലാത്തൊരു അനുഭവമാണല്ലേ. എന്തായാലും മാഷാള്ളൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തട്ടെ. അപ്പോൾ ഞങ്ങൾ ഇക്കാനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടോ, സങ്കടത്തിൽ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടോ ഗൈസ്. നമ്മളങ്ങനെ ഇപ്പച്ചിനെ വിട്ട് പോവുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇപ്പച്ചിനെ വിട്ട് പോവാണ്. ഗൈസ്, ഇവിടെ ഒരാൾ കരയുന്നു. ഇപ്പച്ചിനെ കാണണം എന്ന് പറഞ്ഞാണ്ട് വല്ലാത്ത കഥ. ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കണോടത്ത് ഗൈസ് നമ്മളെ വിമാനമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലൈച്ചോ വലിയ വിമാനമൊക്കെ കാണുന്നുണ്ടല്ലേ. ഓണാക്കിയില്ല പറഞ്ഞാൽ രക്ഷയില്ല.
ഞാൻ പറ്റിൻ്റെ അടുത്തൊക്കെ വന്നുണ്ട് പറ്റൂല. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടോ? ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇച്ചുവിന് ഹെഡ്സെറ്റ് എന്താ കാട്ടി ഞാൻ ടച്ചൊന്നും നിൽക്കണ്ട. അവർ കൂടെ ഇഷ്ടം അപ്പോൾ ഇത് മക്കളെ ഒരു ദുബായ് ഫ്ലൈറ്റിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ദുബായ് ഫ്ലൈറ്റ് മറ്റെന്തോ ഒരു വേറെ എന്തോ വണ്ടീനെ വലിച്ചു കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കേട്ടോ റിച്ചോട്ടന്. പിന്നെ ഓരോന്ന് ഇളക്കം വരുമ്പോൾ അങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് പൊന്താനായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു എന്താ പറയുക, വേറെ എന്തോ വണ്ടീനെ വലിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് റിച്ചിട്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു സമാധാനം വരില്ല. അങ്ങനെയൊക്കെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ. എന്നാലും വലിയതൊന്നും വരില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റിച്ചിട്ടൻ്റെ ഒപ്പച്ചില്ല അതോന് വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. Yeah. അപ്പം ഗായ്സ് ഞങ്ങൾ ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജിദ്ദയിൽ നിന്ന് യാത്ര പറഞ്ഞു ഗായ്സ്. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന് കേട്ടോ വരണേന്. നമ്മളെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സങ്കടം വരൂലേന്. പക്ഷേ ഇത് നമ്മൾ ഒറ്റയ്ക്ക് വരണേന് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിന് കേട്ടോ. എന്താ ചെയ്യല്ലേ. എന്തായാലും മാഷാ അല്ലാഹ് നമ്മളിവിടുന്ന് ജിദ്ദയിലേക്ക് 2024 പോയി 2025 ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ ജിദ്ദയിലുള്ള 3 മാസം നല്ല അടിപൊളിയായിരുന്നു. ഏതായാലും ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സങ്കടമുണ്ട്, വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ഗായ്സ്.
എന്താ പറയാന്ന് കിട്ടണില്ല, പറയാൻ അറിയണില്ല. അത്രയും സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ വോയിസൊക്കെ കൊടുക്കുന്നത്. ഏതായാലും മാഷാ അല്ലാ. അപ്പം കഴിച്ച് നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അടിപൊളി ഫുഡാണ് കേട്ടോ. ഒമാൻ എയർവേസിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പാൻ കേക്ക്, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല ഒമാൻ എയർവേസിലെ ഫുഡ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തുറന്ന് നോക്കി പാൻ കേക്കും അതിൽ പിന്നെ ചോക്ലേറ്റുകളുടെ ഒക്കെ കേട്ടോ. കുട്ടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ റിച്ചുട്ടനൊക്കെ നല്ല ഉറക്കം കേട്ടോ ഗൈസ്. അപ്പോൾ അതാ നല്ല മഞ്ഞുമല പോലെ കാണുന്നുണ്ട് കേട്ടോ. റിച്ചുട്ടൻ രാവിലെ നമ്മൾ വന്നതുകൊണ്ട് റിച്ചുട്ടനക്ക് നല്ല ഉറക്കമുണ്ടായിന് കേട്ടോ. ഉറക്കിൻ്റെ ക്ഷീണം ഉണ്ടായതുകൊണ്ട് നല്ല ഉറക്കിലാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒമാനിൽ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ കടലിൻ്റെ നടുവിലൊരു പാറ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്താണിത് സംഭവം എന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കടലിൻ്റെ നടുക്കായിട്ട് ഈ ഒരു സംഭവം കണ്ടിട്ട് ആ ഒറ്റപ്പെട്ടൊരു പ്രദേശം പോലെ കേട്ടോ നമുക്ക് തോന്നുന്നത്. എന്തായാലും അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇതെന്താണ് സംഭവം എന്നുള്ളത്. അറിയാത്തവർ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അത്ര. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതാണ്ട് സൂം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. എന്റെ കയ്യിൽ കുറ്റപ്പില്ലേ പോണ്. അപ്പൊ അതെന്താണ് കേറിക്കോ. കൈ എടുക്ക്, ഷോക്ക് അടിക്കും. ആ വണ്ടിയൊക്കെ വെയ്യുണ്ട്. ആ വണ്ടി വെയ്യുണ്ട്. കോളയുള്ള കേട്ടോ. ചീത്തക്ക് ഒരല്ല ഹാപ്പി. അപ്പോൾ ഞങ്ങൾ ഒമാനിൽ 3 മണിക്കൂർ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് ആ 3 മണിക്കൂർ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 മണിക്കൂർ പോയതേ നമ്മൾ അറിഞ്ഞിട്ടില്ല. കുട്ടികൾ വേറെ ഫാമിലി ഉള്ളതുകൊണ്ട് റിച്ചുട്ടനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ റിച്ചുട്ടൻ നമ്മൾ പോകുമ്പോൾ പറഞ്ഞു നാളെ വരെ കേട്ടോ കളിക്കാനെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളോട് യാത്ര പറഞ്ഞത്. ഇനി നമ്മൾ ഒമാനിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോകേണ്ട.
നേരക്ക് പിടിക്ക്. പിന്നെ നമ്മൾ ഒമാനിന്ന് ഫ്ലൈറ്റിലൊക്കെ കയറിട്ടോ. പിന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ കിട്ടീന്, നല്ല അടിപൊളി ഫുഡ് കേട്ടോ. ഒമാൻ എയർവേസിൽ നല്ല അടിപൊളി ഫുഡായിന്. പിന്നെ അപ്പം ഇതാ ഞങ്ങൾ മാഷാ അല്ലാഹ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ സ്വന്തം നാട്ടിൽ കാലിക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടോ ഒരു കുഴപ്പമില്ലേന് കേട്ടോ. പിന്നെ മാഷാ അല്ലാഹ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ബൈ, അസ്സലാമു അലൈക്കും.